നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും കോൺഗ്രസിൽ സജീവമാകാനൊരുങ്ങുകയാണ് എ ഗ്രൂപ്പ്. ചാണ്ടി ഉമ്മന്റെയും PC വിഷ്ണുനാഥിന്റെയും നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പ് സജീവമാകുന്നത്. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒഴിവാക്കിക്കൊണ്ട് പഴയ എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ കൂടി പിന്തുണയോടെയാണ് ഗ്രൂപ്പ് ശക്തിപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പബ്ലിസിറ്റി രാഷ്ട്രീയമാണ് നടത്തുന്നതെന്ന അതൃപ്തിയും മുന്നണിയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ കൂടുതൽ അധികാരമുണ്ടാക്കിയെടുത്ത് അനർഹരെ ഉൾപ്പെടുത്തി എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് ഇവർ മാറിയതാണ് എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട്. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ VD സതീശന്റെ പക്ഷത്തേക്കും KC വേണുഗോപാൽ പക്ഷത്തേക്കും ഇരുവരും കാലുമാറിയതായും എ ഗ്രൂപ്പിൽ വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാരെ ഒഴിവാക്കി മുന്നോട്ടു പോകാനാണ് ഗ്രൂപ്പിലെ മറ്റു നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് നാഥനില്ലാ കളരിയാവുകയായിരുന്നു. പിന്നാലെ എ ഗ്രൂപ്പ് വക്താക്കളായ KC ജോസഫും ബെന്നി ബെഹനാനുമൊക്കെ ഒത്തൊരുമയില്ലാതെ വഴിപിരിഞ്ഞു. എന്നാൽ എ ഗ്രൂപ്പ് വീണ്ടും സജീവമാക്കി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് അണിയറ നീക്കങ്ങൾ. PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയാണ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. ബെന്നി ബെഹനാൻ, KC ജോസഫ്, MM ഹസൻ, ഡീൻ കുര്യാക്കോസ്, റോജി M ജോൺ, CR മഹേഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഗ്രൂപ്പ് ശക്തിപ്പെടലിന് പിന്നിലുണ്ട്. ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ കരുത്തനായ നേതാവ് തന്നെയാണ് ചാണ്ടി ഉമ്മനും എന്നാണ് മുന്നണി നേതാക്കൾ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതും അത് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ പോലും മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നതിന് മുമ്പ് തന്നെ ചാണ്ടിയുമ്മൻ സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല നൽകുക കൂടി ചെയ്തുവെന്നാണ് മുന്നണിക്കുള്ളിലെ വിലയിരുത്തൽ. രാഹുലിനെയും ഷാഫിയെയും ഒഴിവാക്കിയാലും ഗ്രൂപ്പ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നേതാക്കന്മാർ കരുതുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് നിർജീവമായിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മനിലൂടെ വീണ്ടും എ ഗ്രൂപ്പ് സജീവമാകുന്നുവെന്ന വിവരങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. അത്തരമൊരു വിജയം ആവർത്തിച്ചാൽ ചാണ്ടിയുമ്മനിലൂടെ ശക്തി പ്രാപിക്കുന്ന എ ഗ്രൂപ്പിനും വ്യക്തമായ സ്വാധീനം അധികാരത്തിൽ ഉണ്ടാകുമെന്നതും ഗ്രൂപ്പ് പുനഃസംഘടനയിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ലീഗ് നേതാവ് PK ഫിറോസും നിരവധി റീൽസുകളായിരുന്നു ചെയ്തത്. പക്ഷേ ഒന്നിൽ പോലും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തിക്ക് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂരിൽ ചാണ്ടിയുമ്മൻ 3000-ലധികം വീടുകൾ കയറിയിറങ്ങിയപ്പോൾ രാഹുലും ഷാഫിയും ഫിറോസും റീൽസ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുലിനും ഷാഫിക്കുമൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ചാണ്ടിയുമ്മന്റെ അധ്വാനവും തഴയപ്പെട്ടതായും വിമർശനം ശക്തമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ തന്നെ യൂത്ത് കോൺഗ്രസിൽ രാഹുലിനെതിരെ എതിർപ്പുകൾ സജീവമായിരുന്നു. വയനാട് ദുരിതബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിലെ ഫണ്ട് വിവാദം കൂടി ആയതോടെ എതിർപ്പ് രൂക്ഷമായിരിക്കുകയാണ്. നിലമ്പൂരിൽ രാഹുൽ ഇലക്ഷൻ കമ്മീഷനോട് പെരുമാറിയതും അൻവറിനെ കാണാൻ പോയതുമൊക്കെ കോൺഗ്രസിൽ എതിർപ്പിന് കാരണമായി. ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ട് തന്നെ KC വേണുഗോപാലിനും അടൂർ പ്രകാശിനുമൊക്കെ രാഹുലിനോട് അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് മുന്നണിയിലെ സംസാരം. മുമ്പ് PC വിഷ്ണുനാഥ് ഇവർക്കൊപ്പം ചേർന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിഷ്ണുനാഥിന് താക്കീതും നേരിടേണ്ടി വന്നതാണ്. കൂടാതെ PK ഫിറോസിന്റെ യൂത്ത് കോൺഗ്രസിലെ അമിതമായ ഇടപെടലും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ലീഗ് നേതാവായ PK ഫിറോസ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ കയറി കളിക്കേണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ PK ഫിറോസിന് യൂത്ത് കോൺഗ്രസിൽ അംഗത്വമെടുത്താൽ പോരെ എന്നുമാണ് മുന്നണിക്കകത്തുയരുന്ന മറ്റൊരു ചോദ്യം.